എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ടുണ്ട് ഈ പടം എന്താ ഇറങ്ങാത്തതെന്ന് ആലോചിച്ചിട്ട്. ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം എടുത്ത പടം 4 വർഷം ഇങ്ങനെ വെട്ടിയിൽ കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യം. അജുവേട്ടനൊക്കെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിലുക്കത്തിനകത്ത് രേവതി ചേച്ചിക്ക് വേറെ ഒരു ഏലിയൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിൽ പറയുന്ന സമയത്ത് നമുക്ക് ജീവൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് ഗഗനചാരിൽ പറയുന്ന പ്ലാനറ്റിൽ ജീവൻ ഉണ്ടായേക്കാം എന്നുള്ള റിസർച്ച് വന്നിട്ടുണ്ട്. കോയിൻസിഡൻസ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി പോലും എനിക്ക് ദുബായിലേക്കുള്ള ഫ്ലെക്സ് ചെയ്യണം, അപ്പം അത് ചെയ്യുക. ഡയറക്ടറാണ് പോസ്റ്റ് ഉണ്ടാക്കണല്ലേ? ഇന്റർവ്യൂ ചെയ്യും, അതിനിടയ്ക്ക് പോസ്റ്റർ ഇന്റർവ്യൂ എടുക്കും, പോസ്റ്റർ. അത് എവിടെ നിന്ന് കിട്ടിയ തൊപ്പി? അത് നമുക്ക് സിംഗപ്പൂരിൽ നിന്നോ നമ്മൾ കൊണ്ടുവന്നതാണ്. മലയാളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പെരിമെന്റൽ മൂവി എടുത്ത് അത് ഹിറ്റാക്കിയ ഡയറക്ടറും അതിൽ ഏലിയനായിട്ട് വന്ന ആക്ട്രസുമാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. അനാർക്കലി ആൻഡ് അരുൺ, വെൽക്കം ടു സ്റ്റാർ ജാം. ഗഗനചാരി ടീം. ഗഗനചാരി പറഞ്ഞോണ്ടിരിക്കുകയാണ് ആദ്യം പറഞ്ഞാല്. അതെ അതെ, സിനിമ എന്താ ഫിനാൻഷ്യൽ സക്സസ് അതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഡയറക്ടർ പറയും അല്ലേ? അതെ, അല്ല അത് ഡയറക്ടർ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ സിനിമ അറിയപ്പെടും, എന്തെങ്കിലും രീതിയിൽ അറിയപ്പെടും എന്ന് എനിക്ക് വളരെ ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയും ഒരു ഹൗസ്ഫുൾ ഷോസിലേക്ക് ഒരു ഹിറ്റ് എന്ന നിലയിൽ സിനിമ വളരുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. 3 വർഷം കഴിഞ്ഞോണ്ടാണോ? അതെ, 3 വർഷം കഴിഞ്ഞോണ്ടാണ്. എനിക്കും ഞാൻ തന്നെ ഒരു 10 തവണ സിനിമയിൽ ഇറങ്ങുന്നതിന് മുമ്പ്, പിന്നെ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ. ചന്തു കണ്ട് ആകെ ഒരു മരവിച്ച അവസ്ഥയിലായിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ജഡ്ജ്മെൻറ്റ് പോയി. പിന്നെ ഒരു സിനിമ ഇങ്ങനെ ഇറങ്ങാതാകുമ്പോൾ നമുക്കൊരു ഹോപ്പ്ലെസ്നെസ് വരുമല്ലോ. അപ്പം അതുകൊണ്ടും കൂടി ഇനിയിപ്പം ഇത് വർക്കാവാത്തതുകൊണ്ടാണ് ഇറങ്ങാത്ത, അങ്ങനത്തെ ചിന്തകൾ വരുന്നത് കൊണ്ടും അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ എന്താ പ്രോസസ്സ്, കുറേ ഡിനയലും, ഇത് പടം എവിടെ എത്തൂല, ഹിറ്റാവൂല, അങ്ങനത്തെ ഇതും ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. പലരെയും കാണിക്കുന്ന സമയത്ത് ഇതൊന്നും എവിടെ എത്തൂല, ഇതൊന്നും നമുക്ക് തിയേറ്ററിൽ ഇറക്കാൻ പറ്റില്ല, നമുക്ക് ഇതുകൊണ്ട് ഒരു ലാഭവും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും പക്ഷേ ഐ ഹാഡ് ഹൈ ഹോപ്സ് ഫോർ ഗഗനചാരി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇപ്പം ഇത്രയും ഹിറ്റായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇറങ്ങാൻ ഇപ്പം തന്നെയാണോ നമ്മൾ വിചാരിച്ചിരുന്നത്, അല്ല ഇറക്കാൻ ഇപ്പം തന്നെയാണോ വിചാരിച്ചിരുന്നത്? ഇല്ല, എനിക്കങ്ങനെ ഒരു ലക്ഷറി ഉണ്ടായിരുന്നില്ല, ഒരു ഡേറ്റ് ആലോചിക്കാനുള്ള ലക്ഷറി ഒന്നും ഇല്ലായിരുന്നു. നമ്മളത് ചെയ്തിട്ടൊരു 3 വർഷമായ സമയത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ സമയത്തൊന്നും ഞങ്ങൾ പക്ഷേ അതിൻ്റെ പേരിൽ മൂവി വെച്ചിട്ട് വെറുതെ വെച്ചിരിക്കുകയല്ലായിരുന്നു. നമ്മളൊരു ഫെസ്റ്റിവൽ റൺ വിട്ടിട്ടുണ്ടായിരുന്നു. വി ഹാഡ് എ ഹ്യൂജ് നല്ല രസമുള്ളൊരു ഫെസ്റ്റിവൽ റൺ ഉണ്ടായിരുന്നു. അത് നമ്മൾ ജനറൽ ബേസ്ഡ് ഫെസ്റ്റിവൽസിലാണ് വിട്ടിരുന്നത്. US-ലും യൂറോപ്പിലുള്ള കുറേ സയൻസ് ഫിക്ഷൻ, മോക്യുമെൻ്ററി, സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ നമുക്ക് നല്ല അവാർഡ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു സൈഡിൽ നമ്മളുടെ ആ ഒരു റേ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന അങ്ങനത്തെ ഫെസ്റ്റിവൽസിൽ നിന്ന് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെയൊക്കെ ആൾക്കാർക്ക് കൂടുതലും ഈ സിനിമയുടെ ജോണറിലുള്ള മോക്യുമെൻ്ററി, മേ ബി അതിൻ്റെ സൈഫൈ, സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്സ് ഒക്കെ ആയിരുന്നു അവർക്ക് കൂടുതൽ മനസ്സിലായിരുന്നത്. പക്ഷേ ഈ മൂവിക്ക് അതൊരു മേജർ പാർട്ട് എന്ന് പറയുന്നത് പോപ്പുലർ കൾച്ചർ റെഫറൻസസും മലയാളിക്ക് മനസ്സിലാകുന്ന കുറച്ചധികം കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് ഒരു ഓഡിയൻസ് കാണണമെന്നും അതിനെ വെൽ റിസീവ് ചെയ്യണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡിലേ ആകുന്ന സമയത്ത് സ്വന്തം നാട്ടിൽ കാണിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മറ്റേ അമേരിക്ക കൊണ്ട് കാണിച്ചിരുന്ന കാര്യം എന്നുള്ള രീതിയിലുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതാണ് ഫൈനലി അങ്ങ് തീർന്നു കിട്ടിയത്. തിയേറ്ററിൽ ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ ഇറക്കാൻ പറ്റിയത് അവസാനം. ഇതെങ്ങനെ ഈ പടം ഇങ്ങനെ എടുത്തു വെച്ചതെന്നാണ് ആദ്യം എല്ലാവർക്കും ചോദിക്കാനുള്ളത്. കൺസ്ട്രെയിൻസ് ഉണ്ടാകും, പക്ഷേ നമ്മുടെ ഇമാജിനേഷൻ അങ്ങനെ യാതൊരു ഇത് ലിമിറ്റ് ഇല്ലല്ലോ. പിന്നെ ആ ഇമാജിനേഷനെ നമുക്ക് കോൺഫിഡൻസോടെ സ്ക്രീനിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളത് സ്റ്റാൻലി കുബ്രിക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം സ്റ്റാൻലി കുബ്രിക്. സോ അതെനിക്കൊരു വലിയ വേദവാക്യമാണ്. എൻ്റെ ഫസ്റ്റ് നമ്മൾ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം ഇട്ട സ്റ്റോറി സ്റ്റാൻലി കുബ്രിക് ആർക്കൈവ്സ് കയ്യിൽ പിടിച്ചുകൊണ്ട് ആശാനെ നമിച്ചുകൊണ്ട് തുടങ്ങുന്നു എന്നാണ്. അപ്പോൾ ആശാൻ ചിലപ്പോൾ എത്തിച്ചതായിരിക്കും നമ്മളിവിടെ വരെ. പക്ഷേ ഒരു നമ്മൾ കൺസ്ട്രെയിൻസിലും നമ്മളുടേതായിട്ടുള്ള ചെറിയ ചട്ടക്കൂടി നിൽക്കുന്ന സമയത്താണ് നമുക്ക് മാക്സിമം കാര്യങ്ങളെ ചെയ്യണം എന്നുള്ള ഡിസ്പ്ലേ ചെയ്യണം എന്നൊക്കെയുള്ള നമുക്കൊരു ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ടെൻഡൻസിയൊക്കെ വന്നു തുടങ്ങുന്നത്. ചിലപ്പോൾ നമ്മളെല്ലാ ലക്ഷറിയുടെയും നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ കൊച്ചിലെ തൊട്ടിട്ട് സയൻസ് ഫിക്ഷൻ്റെ ഭയങ്കര ഫാനായിരുന്നു. എന്നെ അറിയാവുന്നവർക്ക് അങ്ങനെയാണ് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഞാനൊരു ഫീൽ ഗുഡ് പറയാൻ പോയി കഴിഞ്ഞാലും ത്രില്ലർ പറയാൻ പോയി കഴിഞ്ഞാൽ ഒന്നിൽ ഒരു കോൺസ്പെറസി തിയറിയിലോ അല്ലൊരു സൈഫൈ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ഒന്ന് ലാൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഫെറ്റിഷൻ കൂടിയാണ്. അപ്പം അത് നമ്മൾ ഓവർ ദ ടൈം എനിക്ക് ഒരു മൂവിയിൽ കൊണ്ടുവന്നിട്ട് അതിനെ എല്ലാം കൂടെ കൾമിനേറ്റ് ചെയ്യാൻ പറ്റിയത് ചിലപ്പോൾ ഇതിനകത്തായിരിക്കാം.
ഞാൻ ആദ്യം 2 ചെയ്ത സിനിമകളും മുഖ്യധാര സിനിമയ്ക്ക് എങ്ങനെ ഒരു ഡയറക്ടർ എങ്ങനെയായിരിക്കും ലോഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡയറക്ടർ എങ്ങനെയായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് കേറ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ചെയ്യാൻ നോക്കിയത്. പക്ഷേ തേർഡ് മൂവി ഇപ്പോൾ കുറേ ഇറങ്ങാൻ താമസിച്ചെങ്കിലും നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് നമ്മളെ ഇനേബിൾ ചെയ്തത് എനിക്ക് ഇഷ്ടമുള്ള ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. സോ അതിന് തന്നെ എൻ്റെ ആർട്ടിസ്റ്റുകളും അനാർക്കലി ആയാലും ഗോകുലായാലും അജുവേട്ടനായാലും ഈവൻ ഗണേശ് സാറാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും എന്നെ എനേബിൾ ചെയ്തിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടില്ല ഇതെന്ത് വട്ടായി കാണിക്കുന്നത് എന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാത്തതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിൽ അങ്ങനത്തെ രീതിയിൽ യാതൊരു ഏച്ചുകെട്ടലുകളൊന്നുമില്ല. ഒരുപാട് വട്ട് മൊമെന്റ്സ് ഉണ്ടാവുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ആയിരിക്കുമല്ലോ ഇതിന്റെ ഷൂട്ട്. അജുവേട്ടൻ അറിയാം. അജുവേട്ടന് എനിക്ക് വട്ടം എന്നുള്ള കാര്യം അജുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ അടുത്ത്. അപ്പോൾ അജുവേട്ടൻ അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ബാക്കി പിന്നെ ഗോകുലിനും ഞാൻ ഗോകുലും 2ാമത്തെ തവണയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് മൂവി ഗോകുലിലൂടെ ആയിരുന്നു. അപ്പോൾ ആർട്ടിസ്റ്റുകളോടെല്ലാം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ കൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ അറിയാമല്ലോ, ഫ്യൂച്ചർ ഏലിയൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഡെയിലി ബേസിസിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അവർക്കും അതൊരു റിഫ്രഷിംഗ് ആയിരുന്നു. നമ്മൾ ആർട്ടിസ്റ്റുകളും ഇങ്ങനൊരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയല്ല. വരും ദിവസങ്ങൾ കഥകൾ കേൾക്കുന്നുണ്ടാവും, പ്രോജക്റ്റുകളിൽ ഇൻവോൾവ് ആവുന്നുണ്ടാവും. അപ്പം പെട്ടെന്ന് ഒരു സ്പാർക്ക്, ഒരു പുതിയ സംഭവം കേൾക്കുന്ന സമയത്തുള്ള എക്സൈറ്റ്മെൻറ്റ് അവർക്കും ഉണ്ടായിരുന്നു. ഏലിയൻ ഉണ്ടോ? എനിക്കറിയത്തില്ല. ഞാനങ്ങനെ അതിനെപ്പറ്റി അധികം ചിന്തിച്ചിട്ടില്ല. ഏലിയൻ എനിക്ക് തീരെ ഒരു ഐഡിയ ഇല്ലാത്തൊരു ഫീൽഡാണ് ഇതും. ചന്തുവിന്റെ ലോകമൊക്കെ. ചന്തു വിളിക്കുക അതോ അരുൺ വിളിക്കുക? അരുൺ ചന്തു എന്നുള്ള പേര്. അപ്പം ദേഷ്യം വരുമ്പോ അരുൺ, സ്നേഹം വരുമ്പോ ചന്തു, ബഹുമാനം വരുമ്പോ ചന്തു ചേട്ടാ എന്നും. നമുക്ക് അറിയാൻ പറ്റും എന്താ മൂടുന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് അരുൺ എന്താ എന്തെങ്കിലും ദേഷ്യത്തിൽ പ്രശ്നമുണ്ടോ? ഞാൻ വെറുതെ അരുൺ വിളിച്ച. ചന്തു പറ, ഏലിയൻസ് ഉണ്ടോ ചന്തുവിന്റെ അഭിപ്രായത്തിൽ? ഒരു സയന്റിഫിക് ടോളറൻസ് വേണ്ട ഒരു ടോപ്പിക്കാണ്. ഞാനൊരു ഹ്യൂജ് സൈഫ എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെറുതെ ഒരു കോൺസ്പിറസി തിയറി, ഒരു UFO കോൺസ്പിറസി തിയറി രീതിയിൽ ഞാൻ പറയില്ല. ബട്ട് എന്നാലും നമുക്കൊക്കെ അറിയാത്ത അല്ലെങ്കിൽ നമുക്കൊക്കെ പെർസീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹയർ ഡയമെൻഷണൽ മേ ബി അങ്ങനത്തെ ഒരു എക്സ്ട്രാ ടെററിയൽസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ലൈഫ് ഫോം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുന്ന പോലത്തെ ഹ്യൂമനോയിഡ്സുകളോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന പോലത്തെ ഏലിയൻ പച്ച കളറിലെ ഏലിയൻ ഫിഗറോ ആയിരിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എന്നാലും ഇൻ്റലിജൻറ്റ് ബീയിങ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി മെഗാ സ്ട്രക്ചേഴ്സൊക്കെ വേറെ ഗാലക്സികളിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്. മേ ബി ഇൻ്റലിജൻറ്റ് ബീയിങ്സ് ഉണ്ടാവും. പക്ഷേ എന്നാലും ബയോ സിഗ്നേച്ചേഴ്സ് വെച്ചിട്ട് ഇൻ്റലിജൻറ്റ് അല്ലെങ്കിലും പുറത്ത് ബയോളജിക്കലി ജീവൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വൈ അനാർക്കലി ഏലിയമ്മയായിട്ട്? ബാക്കി ആർട്ടിസ്റ്റിനൂടെ ഇൻക്ലൂസീവായിട്ട് വരുന്ന പോസ്റ്റുകൾ എനിക്ക് കിട്ടാത്ത ആളാണ്. അപ്പോൾ അത് തന്നെയാണ് അനാർക്കലി. മനസ്സിലായില്ല, ഒന്നുകൂടി പറ. അല്ല, നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഇപ്പോൾ ഈ മൂവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇതിനകത്ത് കുറച്ച് ബോൾഡായിട്ടുള്ള സീൻസ് ചെയ്യാനുണ്ടാവും. അതേപോലെ മറ്റേ 8 നിലയിൽ നിന്ന് കെട്ടി തൂക്കിയിടേണ്ട പോലത്തെ സീനുകളൊക്കെ ഉണ്ടാകും. അപ്പം ഒരു ആർട്ടിസ്റ്റ് അതിന് തയ്യാറല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള ഡിസിഷൻസിന് ഇനേബിൾ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൺസ്ട്രെയിനും നമുക്കൊരു ബാഗേജുമാണ് അവരുടെ ഓരോ തീരുമാനങ്ങൾ. അത് മേ ബി ഒരു സെറ്റിലേക്ക് അതിൻ്റെ പേരിൽ ലേറ്റായിട്ട് വരുന്നു. ഇന്ന് രാത്രി ഒരുപാട് വലിയ അഡ്വഞ്ചറസ് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് നാളെ രാവിലെ 6 മണിക്ക് വരുന്നു പറയുന്ന സമയത്ത് രാവിലെ നമ്മൾ സെറ്റ് വരുമ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര, കാരണം നമ്മൾ ചെറിയ ഫിലിം മേക്കറായിട്ട് നമ്മൾ ചെറിയൊരു ഐഡിയ ഹൈ കൺസെപ്ഷനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മളെ വളരെ ലിമിറ്റ് ചെയ്തിട്ടായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആർട്ടിസ്റ്റുകൾ നമ്മളെ എനേബിൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ഐഡിയ ഉണ്ടെന്നും കാര്യമില്ല, നമ്മളവിടെ വെറുതെ നിൽക്കുകയേ ഉള്ളൂ. സോ ആ രീതിയിൽ അനാർക്കലി ആണെന്നെ ആ രീതിയിൽ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ഏലിയനായിരുന്നു. നീല കളർ അടിച്ച് ആലോചിക്കേണ്ടി വരും. ഏലിയൻ ആവാൻ അനാർക്കലി എന്തൊക്കെ ചെയ്തു ആസ് എൻ ആക്ടർ? ബേസിക്കലി എനിക്ക് ഒരു പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനെപ്പോഴും ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം ലൈക്ക് ചന്തുവിന് എന്താണോ വേണ്ടത് അപ്പം ചന്തുവിനോട് സംസാരിക്കുമ്പോൾ ചന്തു പറയുന്നത് പോലെ അങ്ങ് ചെയ്യും. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു റെഫറൻസസ് ഒന്നും ഹെയർ കട്ടും കളർ അടിച്ചതും ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പിന്നെ ഈ ക്യാരക്ടറിന് വേണ്ടി ഇങ്ങനെ കണ്ണടയ്ക്കാതിരിക്കാൻ പൂച്ചയുടെ സ്വഭാവം കൊണ്ടുവരാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവള് വരുന്നത് ഒരു പ്ലാനറ്റിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ട്രേറ്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞു. ഫുഡ് കഴിക്കുന്ന സമയത്ത് സാധാരണ ഇതിന്റെ വായിങ്ങനെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കഴിക്കുക, ഒരു ആക്രാന്തം സ്വഭാവം എന്തായാലും ഫുഡിനോടും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഭയങ്കര എക്സ്പ്രസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സ്പ്രസീവ് ആവേണ്ട, ഒരു സട്ടിലായിട്ട് കുറച്ച് മെക്കാനിക്കലായിട്ടെല്ലാം പിടിച്ചാൽ മതി. ഏലിയൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന ഒരു ഏലിയന് നമുക്ക്
ആ ഏലിയൻ്റെ ക്യാരക്ടറിന് മാത്രം കുറച്ചൊരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ കണ്ടുള്ള സ്കാർലെറ്റ് ജോഹാൻസൻ്റെ ഒക്കെ ബ്ലാക്ക് വിഡോയുടെ ഒക്കെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങനത്തെ ഒരു വേണമെന്നുണ്ടായിരുന്നു. അപ്പം ആ കൈൻഡ് ഓഫ് ഒരു ലുക്ക് അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന അനാർക്കലിയിലായിരുന്നു ഞാൻ നോക്കിയ സമയത്ത്. അപ്പം നമ്മളതുകൊണ്ട് തന്നെയാണ് വേറൊരു ഓപ്ഷൻ ഇല്ലാതെ നേരെ അനാർക്കലിയെ വിളിച്ചൊക്കെ. പക്ഷേ നമ്മൾ ഈ പ്രോസസ്സിലിടയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, എന്തൊക്കെയാണ് പുള്ളിക്കാരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്, എന്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ്. അപ്പോൾ അതൊക്കെ ഞാൻ ലേറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുമായിരുന്നു ചെയ്തിരുന്ന ആ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന എല്ലാ ലക്ഷറിയും എൻ്റെ അടുത്ത പ്രോജക്റ്റിൽ, അനാർക്കലിയോടുള്ള അടുത്ത പ്രോജക്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അടുത്ത പ്രോജക്റ്റ് ലോക്ക് ചെയ്തോ? അങ്ങനെയല്ല, നമ്മൾ സംസാരിക്കുന്നുണ്ട്, ടോക്സ്. അറിഞ്ഞില്ല അല്ല അത് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, നമുക്ക് എനിക്ക് അടുത്ത ഇതിനകത്തുള്ള കാര്യം കുറച്ച് കിട്ടിയ പുള്ളിക്കാരിയെ പറ്റി കിട്ടിയ ഇൻസൈറ്റ്സ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക്. അടുത്ത സൈഫൈ ആണോ അരുണിന്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? എൻ്റെ അടുത്ത് സൈഫൈ ആവും എന്നാണ് മോസ്റ്റ്ലി ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ജോണേഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ കഴിഞ്ഞ 2 പടം ആദ്യത്തെ ഒരു പടം കുറച്ചുകൂടെ ഒരു പൊളിറ്റിക്കൽ സെറ്റർ പോലത്തെ ഒരു പടമായിരുന്നു, രണ്ടാമത്തെ കുറച്ച് ഫീൽ ഗുഡ് നാടൻ പരിപാടിയായിരുന്നു. അപ്പം ഇതൊന്നും നമ്മളുടെ ഒരു അങ്ങനത്തെ ഒരു ലക്ഷറിയിൽ എനിക്ക് പ്രോജക്റ്റ് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ലക്ഷറി ഒന്നും ഇതുവരെ ഇല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരു നിഷ ഓഡിയൻസ് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അങ്ങനത്തെ ഒരു കുറച്ച് പേര് നമ്മളോട് ഇങ്ങനത്തെ പടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ മൂവിക്കകത്ത് തന്നെ നമ്മൾ ഈസ്റ്റർ എഗ് വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു മൂവിയുടെ ഗൂഗിൾ വായിക്കുന്നൊരു കോമിക് ബുക്ക് നമ്മുടെ അടുത്ത മൂവിയുടെ ടൈറ്റിലാണ്. ആ കോമിക് ബുക്കിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ക്യാരക്ടറിൻ്റെ പേര്. പൃഥ്വിരാജാണെന്ന് കേൾക്കുന്നു. രാജുവേട്ടൻ അതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കോമിക് ബുക്കിനകത്ത് രാജുവേട്ടൻ്റെ ഫേസ് നമ്മൾ വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ പറഞ്ഞേക്കുന്നത് വേറൊരു സൂപ്പർ സ്റ്റാർ എന്ന കഥ. അനാർക്കലി ബാക്ക് ടു ബാക്ക് ഹിറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം. മന്ദാകിനി, ഗഗനചാരി, ആസ് എൻ ആക്ടർ എന്താണ് അവസ്ഥ ഇപ്പം? ഒരു വല്ലാത്തൊരു അവസ്ഥയാ. ഇതുവരെയും അനുഭവപ്പെടാത്ത ഒരുതരം സന്തോഷം ഉണ്ടിപ്പോൾ. ഇങ്ങനെ ഭയങ്കര ആക്ച്വലി ഭയങ്കര സ്ട്രേഞ്ചാണ് കാര്യം. ഞാനൊരിക്കലും എന്നെ ഇങ്ങനെ ഒരു ഇത്രയും സന്തോഷിച്ചിരിക്കുന്ന ഒരാളായിട്ട് ഉറപ്പായിട്ട് ഇപ്പോഴും സന്തോഷം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ 2 പടങ്ങളിൽ ഒരുമിച്ച് ഹിറ്റാവുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്തോ അച്ചീവ് ചെയ്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ്, അത് തന്നെ പറയാനുള്ളത്. ഗഗനചാരി ഭയങ്കര ഒരു ഡിഫറെൻറ്റ് മേക്കിംഗ് ആണ്, ഇതുവരെ കാണാത്തൊരു മേക്കിംഗ് ആണ് ഗഗനചാരി മലയാളത്തിൽ. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതെങ്ങനെയൊക്കെ ആവുമെന്ന് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? അന്ന് പേടിയുണ്ടായിരുന്നോ? അരുൺ കാണുന്ന പോലത്തെ പടമായിരിക്കുമെന്ന് നമുക്ക് അന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇല്ല, എനിക്ക് തീരെ ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്ന്. കന്തുവിനോട് ഞാൻ പറയാറുണ്ട് എനിക്കൊന്നും മനസ്സിലായി, ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഒന്നും മനസ്സിലായിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ക്യാമറയുടെ രീതികളാണെങ്കിലും മറ്റേ ഇടയ്ക്ക് സൂമൊക്കെ ആവും, സൂം ഔട്ടാവും, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടല്ലോ. അപ്പം എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഇത് ഈ സിനിമ എങ്ങോട്ടാണ് ഈ പോകുന്നത്. ഇപ്പോൾ ഓരോ തമാശകളാണെങ്കിലും ഈ തമാശകളുടെ പിന്നിൽ കുറേ റെഫറൻസസ്, കുറേ കഥകളും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായിട്ടില്ല. പിന്നെ വരുമ്പം ഓക്കെ ഇത് ഈ സിനിമയെന്നായിരുന്നു, ആ സിനിമയെന്നായിരുന്നു, ഇതായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷേ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഇതന്നെ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഏലിയൻ വന്നിട്ട് ഇതിപ്പോൾ എന്താ കാണിക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഗഗനചാരിയിൽ അതിൻ്റെ ഒരു VFXും അതിൻ്റെ പുറത്തെ കഥകൾ അതൊക്കെ കൂടി വരുമ്പോഴാണല്ലോ ഈ ഒരു സിനിമ ഇത്രയും ഗംഭീരമാവുന്നത്, കംപ്ലീറ്റ് ആവുന്നത്. അപ്പം എനിക്ക് അത് ഫസ്റ്റ് ടൈം എൻ്റെ ഔട്ട് കണ്ടപ്പോഴാണ് ഇത് ഭയങ്കര പടമാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. അതുവരെ ഷൂട്ടിങ് സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്, ഒരു ഐഡിയ ഇല്ല. എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു ആക്ടേഴ്സ് എല്ലാവരും? മോസ്റ്റ്ലി ബിക്കോസ് ഇതൊരു പൂർവ്വ മാതൃകയോ ഒരു റെഫറൻസ് പടമോ പറഞ്ഞു കൊടുക്കാമെന്നില്ല. പിന്നെ ഒരു കുറേ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റിവ്യൂസ് വരുമ്പോൾ മനസ്സിലാവും ഇറ്റ്സ് എ സ്പൂഫ്, ഇറ്റ്സ് എ മോക്യുമെൻ്ററി, ഇറ്റ്സ് എ സറ്റയർ, ഇറ്റ്സ് എ സൈഫൈ. സോ എൻ്റെ മനസ്സിലുള്ള കുറേ ജോണേഴ്സിൻ്റെ ഒരു മിക്സാണ് ബേസിക്കലി. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ട്രേഡ്സ് പറഞ്ഞു കൊടുക്കാനും ബുദ്ധിമുട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇതെങ്ങനെ വരും ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത് നമുക്ക് നേരെ മോണിറ്ററിൽ ആ സീൻ കാണുന്ന സമയത്തൊന്നും നമുക്കത് മനസ്സിലാവില്ല. സോ ആൾക്കാർക്ക് പക്ഷേ ഇപ്പോൾ അജുവേട്ടനാണെങ്കിലും ഗൂഗിളിനൊക്കെ ആണെങ്കിലും നമ്മൾ പറയുന്നതിനോടൊരു വിശ്വാസം, നമ്മൾ ഡയറക്ടറിനെ വിശ്വസിക്കുക എന്നുള്ളത് എന്നോട് എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് തീരുന്നത് ശരിക്കും പറഞ്ഞാൽ CG ഒക്കെ ചെയ്ത് വൺ ഫൈൻ മൂവിയായിട്ട് അത് പുറത്തിറങ്ങുന്ന സമയത്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അനാർക്കലി ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മ്യൂസിക് ഡയറക്ടറിൻ്റെ കൺസോളിൽ എടുത്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മൂവി കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര ഇത് കൊള്ളാലോ പരിപാടി എന്നാണ് പുറത്തേക്ക് വരുന്നത്. ഷൂട്ട് ചെയ്തപ്പോൾ ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ ഇതാണ് വരാൻ പോണത്. എനിക്ക് ഫസ്റ്റ് ഔട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതിങ്ങനെയൊന്നും അല്ല കേട്ടോ, അത് ഒരു ഫെസ്റ്റിവൽ വേർഷൻ ആയിരുന്നു. അപ്പം മ്യൂസിക്കൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ അതിന് വേറെ ഒരു വൈബായിരുന്നു. എന്താ വ്യത്യാസം ഫെസ്റ്റിവൽ വേർഷനും ഞങ്ങളിപ്പോൾ കാണുന്ന വേർഷനും തമ്മിലുള്ള വ്യത്യാസം? ആക്ച്വലി വ്യത്യാസമുണ്ട്. അതിൻ്റെ റൺ ടൈം വ്യത്യാസമുണ്ട്, ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്. ഈവൻ ഞങ്ങളുടെ മാഡ്നസ് ഫുള്ള് ഉണ്ടായിരുന്നു അതിനകത്ത് ഫെസ്റ്റിവൽ വേർഷനകത്ത്. അപ്പം ഇതിലൊരു 10-15 മിനിറ്റ്സ് ഉണ്ട്. അത് ഗഗനചാരിയുടെ ആദ്യത്തെ തോട്ട് എപ്പോഴാണ് വന്നത്? ഞാൻ കൊച്ചിലോട്ടെ സൈഫൈ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ ഒരു ഏലിയൻ ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ പിച്ച് ചെയ്യുന്നതും ഇതുപോലത്തെ ഒരു ആസ്ട്രോനോട്ട്, ഒരു സ്പേസ് റിലേറ്റഡ് ഒരു എപ്പിക്കാണ്. പൃഥ്വിരാജ് സാറിനായിട്ടാണ് നമ്മൾ പിച്ച് ചെയ്യുന്നത്. അപ്പം പുള്ളിക്ക് കുറച്ചത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നടന്നിരുന്നു. ലേറ്റർ അത് നടന്നില്ല. പിന്നെയാണ് ഞാൻ ഈ സായനവർത്തലും സജൻ ബേക്കറൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പം അന്ന് തൊട്ടിട്ട് എൻ്റെ മൈൻഡിൽ അങ്ങനത്തെ കുറേ സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ എന്നാലും ഗഗനചാരി നമ്മൾ പറയാൻ റീസൺ എന്ന് പറയുന്നത് കോവിഡ് കൺസ്ട്രെയിൻസ് തന്നെയാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ ലോക്ക്ഡൗണിലിരുന്ന സമയത്ത് ഈ പോസ്റ്റ് അപ്പോക്കലിപ്റ്റ് പോലത്തെ ഒരു അവസ്ഥയായിരുന്നല്ലോ അത്. അപ്പോൾ അതിൻ്റെ ഒരു നേച്ചറിലുള്ളൊരു കഥ, ഒരു കർഫ്യൂ, എങ്ങോട്ടും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അന്ന് നമ്മൾ ആ വീടിനകത്തിരുന്ന് അനുഭവിച്ചിരുന്ന ആ ശ്വാസമുട്ടലിനെയാണ് ഞാൻ പേപ്പറിലേക്ക് ഞങ്ങൾ പകർത്താൻ ശ്രമിച്ചത്. പിന്നെ നമ്മളൊരു സോഷ്യൽ കമൻട്രിയും ചെറിയ സെറ്ററും ചെറിയ പൊളിറ്റിക്കൽ കമൻട്രിയൊക്കെ നടത്തുന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള തോട്ട്സിനെ വളരെ ലൈറ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നൊരു മീഡിയമാണ് മോക്യുമെൻ്ററി. സോ മോക്യുമെൻ്ററി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമാറ്റിക് അപ്രോച്ചാണ്. അതിൽ തന്നെ കുറേ വുഡി ആലൻ, ടൈക്ക വൈത്തിയൊക്കെ അതിൻ്റെ മാസ്റ്റേഴ്സാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൂവീസിനൊക്കെ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു മോക്യുമെൻ്ററി ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സ്റ്റിൽ അതിൻ്റെ ആഗ്രഹത്തിൻ്റെ 1% പോലും തീർന്നിട്ടില്ല. ഇനിയും ചിലപ്പോൾ ഞാനൊരു സമയം കിട്ടിയാലും എനിക്ക് കാശ് കിട്ടിയാലും ഞാൻ 10 മോക്യുമെൻ്ററി കൂടെ ചെയ്തിരിക്കും. റെഡിയാണ് ചെയ്യാൻ. അതെ അതെ, അടിപൊളി. ഇപ്പോൾ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് പച്ച പൊതിച്ച് കിടക്കുന്ന കേരളമാണ്. ഈ പച്ച പൊതിച്ച് കിടക്കുന്ന പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് കേരളം എങ്ങനെ സെറ്റ് ചെയ്തത്? അതാണ് ഇനി എനിക്കറിയേണ്ടത്. അത് ഇടയ്ക്ക് കലൂർ സ്റ്റേഡിയം കാണിക്കുന്നുണ്ട്. മിഡ് ജേണിയാണ് ആണല്ലേ? ആണ്, കുറച്ചധികം വന്നിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയം തന്നെ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് കലൂർ സ്റ്റേഡിയത്തിന് നമ്മളൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സാധനം ഉണ്ടാക്കിയെടുത്താണ്. അതല്ലാതെ നമ്മൾ കൊച്ചിയിലുള്ളൊരു ഐലൻഡിലാണ്, നമ്മൾ സിൽവർ സ്റ്റാൻഡ് ഐലൻഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൊച്ചിയുടെ ഒരു ബാക്ക് ഡ്രോപ്പ് തന്നെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഒരു വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആൾക്കാർ താമസിക്കുക. അവിടെ ഈ ട്രൈപോഡിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന പോലത്തെ ചില ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ട്രെയിലർ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രൈ ഹോംസ് ഒക്കെ പേരിട്ട് നമ്മൾ അതിൻ്റെ പുറകിൽ റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ട്. നമ്മൾ ആക്ച്വലി ഒരു ഗഗനചാരി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ്. അതിനുവേണ്ടി നമ്മൾ കുറേ അധികം ഇതുപോലത്തെ CG റിസോഴ്സസ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ പോലും ഇതിൻ്റെ ഒരു മൂല കാരണം, അല്ലെങ്കിൽ നമ്മളൊരു ഐ ആം ലെജൻഡ് പോലത്തെയോ മാഡ് മാക്സ് പോലത്തെ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റ് സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഭയങ്കര ഡിസേർട്ടഡ് ആയിട്ടുള്ളൊരു ടെറൈനിലാണ് നമ്മളെപ്പോഴും കാണിക്കുന്നത്. വാട്ടറിൻ്റെ ദൗർബല്യ ലഭ്യത അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഒരു ടോപ്പിക്കായിട്ട് ഉണ്ടാവുക. പക്ഷേ ഞാനൊരു പത്തനംതിട്ട, ആറന്മുള, ചെങ്ങന്നൂർ ഭാഗത്ത് ജീവിക്കുന്ന ആളാണ്. അപ്പം എൻ്റെ വീട്ടിൽ 2 മഴ കഴിഞ്ഞാൽ വെള്ളം കയറും. അപ്പോൾ അമ്മയാണ് അവിടെ ഒറ്റയ്ക്കുള്ളത്. അപ്പോൾ അമ്മയും എൻ്റെ പട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് എപ്പോഴും. ഓവർനൈറ്റിലൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് പമ്പയാറിന് തൊട്ട് സൈഡിലാണ്. അപ്പോൾ നമുക്കറിയാം സീ ലെവലിൽ ഇത്രയും താഴ്ന്നിരിക്കുന്ന ഒരു പ്രദേശം ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സിനാരിയോ വരുന്ന സമയത്ത് വെള്ളമായിരിക്കും. ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വെച്ചിട്ട് ഇതൊരു ക്ലൈമാറ്റിക് ഫിക്ഷൻ കൂടിയാണ്, ക്ലൈമറ്റ് ഫിക്ഷൻ കൂടിയാണിത്. ക്ലൈമറ്റിൻ്റെ ഔട്ട്കം കൂടിയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഏറ്റവും സബ്മേർജ്ഡ് ആയിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ്. അവിടെ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് ഫ്ലഡിങ്ങും ഇതുപോലെ സബ്മേർജ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ആയിരിക്കും തോന്നുന്നു. സയൻസ് ക്ലാസ് ആയിപ്പോയി. നിങ്ങളുടെ ഇവർ താമസിക്കുന്ന സ്ഥലമുണ്ട്, അലനും വിക്ടർ സാറും. അതിലേക്കാണ് ഏലിയമ്മ കയറി വരുന്നത്. അതും ഭയങ്കര രസമുള്ള ഒരു സ്ഥലമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പോസ്റ്റ് അപ്പോക്കാലിപ്റ്റ് ആണെങ്കിലും അവിടെ ഭയങ്കര കളർഫുള്ളാണ്, വേറെ ഒരു ലെവലാണ്. നമ്മൾ അവിടെയൊക്കെ നമ്മളതിനൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ബങ്കറിൽ താമസിക്കുന്ന പറഞ്ഞത്. വിക്ടർ ജി ചന്ദനിൽ പോകുന്നതിന് മുമ്പ് ഏതോ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ കുറച്ച് പോലീസിന് ഒക്കെ കുറച്ച് എല്ലാവരെ ഒന്ന് സംസാരിച്ച് സെറ്റ് ചെയ്ത് അവിടെ താമസിക്കുകയാണ് പുള്ളി. അപ്പം ആ ബങ്കർ എന്ന് പറയുന്നത് ബേസിക്കലി പുറത്തുനിന്ന് വേറെ ആർക്കും കയറാൻ പറ്റാത്ത ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ISO 9000 മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ബങ്കറാണ് അത് ബേസിക്കലി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ബാക്കിയുള്ള പുറത്ത് നടക്കുന്ന കെയോസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇവരുടെ ഒരു സേഫ് ഹെവനാണത്. അപ്പം അതിനകത്തേക്ക് ഒരു ഏലിയൻ വരുന്ന സമയത്താണ് നമ്മൾ ശരിക്കും അജുവേട്ടനൊക്കെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിലുക്കത്തിനകത്ത് രേവതി ചേച്ചിക്ക് വേറെ ഒരു ഏലിയൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിൽ പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് നമ്മളൊരു ഇനിഷ്യൽ നമ്മൾ വളരെ ഒരു ക്വയറ്റ് പ്ലേസ് പോലുള്ള കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഏലിയൻ ഇൻവെൻഷനൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആലോചിച്ച സമയത്ത് അജുവേട്ടനെങ്കിൽ നമ്മളോട് പറഞ്ഞു ഈ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ വരെ പേടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നീ ഇതൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണാനൊക്കെ. നമുക്ക് ഇതിൻ്റെ ഒരു പോളർ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കി. ഇവിടെ ഒരു കിലുക്കത്തിനകത്ത് ചേച്ചിക്ക് വരെ ഒരു ഏലിയൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അപ്പം അതാണ് തോന്നുന്നു ഒരു അൾട്ടിമേറ്റ് സീഡ് ഈ ഒരു കഥയിലേക്ക് വരാനും ഇതിൻ്റെ ഒരു ട്രോപ്പ് പിടിക്കാനും. അപ്പം
കഥാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് പുതുമയൊന്നും അവകാശപ്പെടാനോ ഞങ്ങളൊന്നും അവകാശപ്പെടുന്നുമില്ല. നമ്മളുടെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഒരു സ്ട്രക്ചറിലാണ് പോകുന്നത്. ഈ കിലുക്കത്തിൻ്റെ സ്ട്രക്ചറൊക്കെ വേണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കിലുക്കത്തിലെ ആ വലിയ ബംഗ്ലാവ് എന്ന് പറയുന്നത് ഒരു ബങ്കറായിട്ട് മാറി ഇതിനകത്ത്. ഈ സ്ഥലം എവിടെയാണ് ശരിക്കും ഈ ബംഗ്ലാവ് അല്ലെങ്കിൽ ബങ്കർ ഇരിക്കുന്ന സ്ഥലം? ബങ്കർ നമ്മൾ ഷൂട്ട് ചെയ്ത് ശരിക്കും ഞങ്ങളുടെ VFX ഓഫീസുണ്ട്, ഓക്കെ. അതിനകത്ത് ഷൂട്ട് ചെയ്ത്. കോവിഡിൻ്റെ ടൈമിൽ നമുക്ക് അവിടെ മാത്രമേ പെർമിഷൻ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് ഇതൊക്കെ നമുക്ക് ബേസിക്കലി നമ്മൾ ചൂസ് ചെയ്തൊന്നുമല്ല, നമ്മൾ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കമ്പൽഡ് ആയതാണ് നമ്മൾ. പക്ഷെ അങ്ങ് എത്തിപ്പെട്ട സ്ഥലം വീണ്ടും വിഷ്ണു ലോകമായി എന്നുള്ളതാണ്. ഏലിയനെ പ്രേമിക്കുന്ന അലനാണ്, അന്യഗ്രഹജീവിയെ പ്രേമിക്കുന്ന ഇന്റർസ്റ്റെല്ലാർ കാമുകൻ. ഇന്റർസ്റ്റെല്ലാർ കാമുകനെ പറ്റി പറയും. ഇന്റർസ്റ്റെല്ലാർ കാമുകൻ ഭയങ്കര എനിക്ക് അവൻ ഇത്രയും നാൾ ചെയ്തതിൽ ഗംഭീര ആക്ടറാന്നാണ് എൻ്റെ. ഭയങ്കര രസമായിട്ടാണ് അവൻ അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഞാൻ സിനിമ ആദ്യമായിട്ട് കാണുമ്പോഴും ആദ്യം നമ്മളിങ്ങനെ ഇതെങ്ങോട്ടായി പോകുന്നത് എന്നിങ്ങനെ ആലോചിക്കുമ്പോഴും പിന്നെ ഗോകുല് ഈ കഥ കൊണ്ടുവന്ന് ഭയങ്കര രസമായിട്ട് നമുക്ക് അവസാനം ആ ക്യാരക്ടറിനോട് ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അത് ആൻഡ് ആസ് എ പേഴ്സണും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ മനസ്സിലാക്കിയത് അകത്ത് കുറേ ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര അതൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ച് ഭയങ്കര സട്ടിലായിട്ട് സ്വീറ്റായിട്ട് പെരുമാറുന്ന ആളാണ്. ആൻഡ് ആൾ ഭയങ്കര അതിനോട് ഭയങ്കര ഡെഡിക്കേറ്റഡുമാണ്. ഇപ്പം ചന്തുവിനെ പോലെ തന്നെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറേ ക്രേസുള്ള കോമിക്സ്, മാർവൽ, ഏലിയൻ, ഡ്രാഗൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ വേറൊരു കംപ്ലീറ്റ്ലി വേറൊരു ലോകമാണെന്ന് തോന്നിട്ടില്ല. ഇവര് തമ്മിൽ ഭയങ്കര സിങ്ക് ചെയ്ത് ഈ ഇങ്ങനത്തെ ടോപ്പിക്സ് ആണെന്ന് തോന്നുന്നു. കോൺസ്പിറസി തിയറീസ് അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഓട്ടോമോട്ടീവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങനെ എനിക്ക് പ്രൈവറ്റ് മൊമെന്റ്സ് അങ്ങനെ ഗോകുലിലൂടെ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടാറുണ്ട്. അപ്പോൾ അജുവേട്ടൻ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളതും ഗോകുലിലൂടെയാണെന്ന് തോന്നുന്നു. അപ്പം ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഗോകുലിൻ്റെ ഈ പടത്തിൽ ആരും അറിയാത്തൊരു സൈഡ് ഉണ്ടല്ലോ, കോമിക്കൽ സൈഡ്. അത് നമ്മളിങ്ങനെ ഇവൻ്റെ കുറേ കാര്യങ്ങൾ അനുകരിക്കും ഗോകുൽ. ആൾക്കാരെ അനുകരിക്കും, സൗണ്ട് അനുകരിക്കും. ഈവൻ നമ്മൾ പുള്ളി അണ്ടർടേക്കറിനെ മുതൽ ചാക്കോച്ചനെ വരെ അനുകരിക്കും. അപ്പോൾ പുറത്ത് കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഭയങ്കര രസമായിട്ട് പുള്ളി അതൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ദൈവം ഇതൊക്കെ ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇതൊക്കെ എങ്ങനെ കാണിക്കും പുറത്ത്. അപ്പം ഗണേശന് അതിന് പറ്റിയൊരു സ്പേസ് ഉള്ളൊരു അവൻ്റെ കഥാപാത്രത്തിന് സ്പേസ് ഉണ്ടായിരുന്നു കാണിക്കാനായിട്ട്. സോ അഴിഞ്ഞാടാൻ വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഗോകുലിനടുത്ത ബ്രീഫ് എന്തായിരുന്നു? അലൻ ഒരു ലോസ് കിഡാണ്, എന്ന് വെച്ചാൽ ഒരു ഹാർട്ട് ബ്രേക്ക് കിഡാണ്. പക്ഷെ എന്നാലും അലനെ ഒരു വീടിനകത്ത് വളർന്നതിൻ്റെതായിട്ടുള്ള ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ക്ലാസിക് ഫിലിംസാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതേപോലെ തന്നെ ഭയങ്കര സിനിഫൈലാണെന്നുകൊണ്ട് കൂടി തന്നെ അവൻ കരുതുന്നത് അവനൊരു ലൂസറാണ്, അവൻ ആരും കിട്ടില്ലെന്നാണ്. പക്ഷേ ഹീ എൻസപ്പസ് ഒരു ഏലിയനെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ ഏലിയൻ പ്രണയിക്കുന്ന ഒരാളായിട്ട് മാറുന്നൊരു ഭാഗ്യവാനും കൂടിയാണ് അവസാനം. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഒരു അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളും കൂടി അവസാനം. ഗണേശ് സാറിന് ഇത്രയും വലിയ ത്രൂ ഔട്ടുള്ള റോൾ ഇപ്പം അടുത്തൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഗണേശ് സാർ തന്നെയാണോ ആദ്യം വിക്ടർജി ആയിട്ട് മനസ്സിൽ വന്നത്? എൻ്റെ കോ റൈറ്ററിൽ നിന്ന് തുടങ്ങേണ്ടി വരും. ആനന്ദരൻ സായിയാണ് നമ്മുടെ കോ റൈറ്റർ. അപ്പം സായി ഞാനിങ്ങനെ സാജൻ ബേക്കറിയുടെ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ സാജൻ ബേക്കറിക്ക് അത് തന്നെ സാറിനൊരു ലൈറ്റർ ക്യാരക്ടറായിരുന്നല്ലോ ഞാൻ കൊടുത്തിരുന്നത്. അപ്പം ഞാൻ സാറിൻ്റെ ഇരകളുടെയും കെ ജോർജ് സാറിൻ്റെ ഒരു വലിയ ഫാനാണ്. അപ്പം സാറിനോട് വിളിച്ച് സംസാരിച്ചത് ആദ്യം അതിനെ പറ്റിയിട്ടാണ്. സാറിന് അതുകൊണ്ട് തന്നെ മേ ബി എന്നോടൊരു താല്പര്യം തോന്നുന്നു. കാരണം ഇരകളെ പറ്റിയിട്ട് എത്ര പേര് സാറിനോട് സംസാരിക്കുന്നുണ്ടെന്ന് അറിയില്ല ഓൺ ഡെയിലി ബേസിസ്. ഞാൻ സാറിനെ സ്ഥിരം പറഞ്ഞ് ശല്യപ്പെടുത്താറുണ്ട്, സാർ അതിന് വിശേഷം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സായിയായിട്ടിരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ സംസാരിച്ച് എഴുതി തുടങ്ങിയപ്പോൾ വിക്ടർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എൻ്റെ പ്രായമുള്ള ഒരാൾ വയസ്സായി കഴിഞ്ഞാലുള്ളൊരു ഏജാണ് നമ്മൾ അതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് സാറിന് ഏകദേശം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഫ്യൂച്ചറിലൊരു ബാറ്ററി വണ്ടികളൊക്കെ ഓടുന്ന യുഗത്തിലൊരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനൊക്കെ ഓടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കാനായിട്ടൊരു മറ്റൊരു ഓട്ടോമോട്ടീവ് പെട്രോൾ ഹെഡിനെ എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അത്രയും പാഷനോടുകൂടി ടെക്നോളജിയെയും ഈ പറഞ്ഞ ഓട്ടോമോട്ടീവിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു എന്തൂസിയാസ്റ്റിനെ ഞങ്ങൾക്കറിയില്ല. സോ അതൊരു കുറച്ചുകൂടെ മെറ്റനൻസ് ഉള്ള ക്യാരക്ടർ കൂടിയാണ്. ഞങ്ങൾ ആ അവസാനം എനിക്ക് രണ്ടിടത്ത് ഞാൻ ഷോ കണ്ട സമയത്ത് അവസാനം ജിപ്സി കാണിക്കുന്ന ഷോട്ടിൽ കൈയടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ടെസ്റ്റമെൻറ്റും കൂടിയാണ്. ആൾക്കാർക്ക് പുള്ളിയുടെ ആ സൈഡിലൂടെ അറിയാമല്ലോ.
പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഗോകുലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ സീരിയസ് ആസ്പെക്റ്റിൽ കണ്ടാണ് ജനങ്ങൾ അങ്ങനെ വിലയിരുത്തി പോയേക്കുന്നത്. അപ്പം സാറിൻ്റെ ഈ ഒരു ലൈറ്റർ സൈഡ് അധികം എക്സ്പ്ലോർഡും അല്ലല്ലോ. അപ്പം അത് എനിക്ക് പുറത്ത് കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് നമ്മൾ സെറ്റിലൊക്കെ ഇരുന്ന് ഭയങ്കര കോമഡി പറയും, ഭയങ്കര രസമുള്ള പഴയ പ്രിയദർശൻ സാറിൻ്റെ കാര്യം പറയുന്ന സമയത്ത് സാർ ഭയങ്കര കോമഡിയിൽ നമുക്ക് സെറ്റ് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടത്തില്ല സാറിൻ്റെ കഥ കേട്ടിട്ട്. എഴുതുമ്പോഴേ പുള്ളി തന്നെയായിരുന്നു മനസ്സിൽ. ഓഫ് കോഴ്സ് വിക്ടർജി. അതെ, വിക്ടർജി ഒരു കില്ലാടി തന്നെ. ഗണേശ് സാർ ഒരു കില്ലാടി തന്നെ. അടിപൊളി. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? കോവിഡ് ടൈമിലാണെന്നറിയാം. എത്ര കാലം എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഗഗനചാരി? ഷെഡ്യൂള് ഒരു മാസം. 27 അല്ലേ? 40 days, 42 days മൊത്തം ഉണ്ടായിരുന്നു. ഇത് പടത്തിൽ. പക്ഷേ അതിനുശേഷം ഞാൻ ഒരുപാട് ഞാനൊരു ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും എന്തൂസിയാസ്റ്റ് പോസ്റ്റർ ഡിസൈനർ ഒക്കെ ആയതുകൊണ്ടിട്ട് എല്ലാമാണ്. അങ്ങനെയും പറയാം. നമ്മൾ അജുവേട്ടൻ പറഞ്ഞ പോലെ സന്തോഷ് പണ്ഡിതൊക്കെയാണ് ചിലപ്പം ഗഗനചാരി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അജുവേട്ടൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ അങ്ങനെയല്ല, നമുക്ക് ഒരാൾക്ക് ഒരു എല്ലാം ചെയ്യാം അങ്ങനെയല്ല. ഇപ്പം അതിനൊക്കെ ബാലേന്ദ്ര മേനോൻ സാറൊക്കെ അതിൻ്റെയൊക്കെ പൈനീഴ്സ് ആണ്. നമ്മൾ അങ്ങനെയൊന്നും അതിനെ കുറച്ച് കാണാൻ ഒരിക്കലും പാടില്ല. നമുക്കൊരു മുറി പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ സിനിമ ചെയ്യും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് എനിക്കിപ്പോഴും. അത് നമ്മളുടെ ഒരു നല്ല വശമാണ്, ചീത്ത വശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ല ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ഗ്രേറ്റർ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അല്ല നമ്മൾ ഒരു പരിപാടി മാത്രം ചെയ്യുന്നതിൽ ഞാൻ ഒരുപാട് പ്രൗഡൊന്നും അല്ല. പക്ഷേ എന്നാലും കൺസ്ട്രെയിൻസിൽ ഇപ്പോൾ നമ്മുടെ DOP അവൈലബിൾ അല്ലെങ്കിൽ ഒരു ബി റോൾ എടുക്കാൻ പോവുക, അങ്ങനത്തെ കുറേ ബി റോൾസ് ഉണ്ട് അതിനകത്ത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ രാത്രി പോയിരുന്നത് എനിക്ക് ദുബായിലേക്കുള്ള ഫ്ലെക്സ് ചെയ്യണം, അപ്പോൾ അത് ചെയ്യുക. ഇന്റർവ്യൂ ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് പോസ്റ്റർ ചെയ്യും, ഇന്റർവ്യൂ എടുക്കും, പോസ്റ്റർ ചെയ്യും. എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ടുണ്ട് ഈ പടം എന്താ ഇറങ്ങാത്തതെന്ന് ആലോചിച്ചിട്ട്. അപ്പം അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ചന്തുവിനെ അത്രയും ടൈം ഞാൻ ആളെ കുറേ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഭയങ്കര ഇതിൽ ഹൃദയം ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം എടുത്ത പടം 4 വർഷം ഇങ്ങനെ വെട്ടിയിൽ കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ആൻഡ് അത് എന്തെങ്കിലും ഒരു അതിപ്പം തിയേറ്ററിൽ ഇറങ്ങിയാലും കുഴപ്പമില്ല, ഫെസ്റ്റിവൽസിനാണെങ്കിലും കുറേ എഫേർട്ട് ഈ പറയുന്ന ഒറ്റയ്ക്ക് കുറേ ജോലികളൊക്കെ ചെയ്ത് ഇത് ഇറക്കാൻ ശ്രമിച്ചൊരു അങ്ങനെ ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആള്. അപ്പോൾ ഭയങ്കര ഡെഡിക്കേഷനുള്ള, ഐ മീൻ ഇത്രയും നാളായിട്ടും ഹി ഹാസൻ ഗിവൺ അപ്പ്. അപ്പോൾ അവസാനം ഇത് ഇറക്കാൻ തീരുമാനിക്കുന്ന ഈ ഒരു പോയിന്റിൽ ആളൊരു വലിയ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഉറപ്പായിട്ടും ഗഗനചാരിൽ ത്രൂ ഔട്ട് പടത്തിൽ ഒരുപാട് മ്യൂസിക് എലമെൻറ്റ്സ്, ഒരുപാട് പഴയ പടങ്ങളിൽ സംഭവങ്ങളൊക്കെ കയറി ഇറങ്ങിന് പോകുന്നുണ്ട്. ഇത് എഴുതുമ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നതാണോ, പിന്നെ 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 ആഡായി വന്നതാണോ? അല്ല, ഞാനിങ്ങനത്തെ ഗൂഫി ആയിട്ടുള്ള ഇപ്പം ഞങ്ങൾ കേൾക്കുന്ന കുറേ പാട്ടുകളുണ്ട്. അങ്ങനെ നമ്മൾ കേൾക്കുന്ന പാട്ടുകളല്ലാതെ അതിനകത്ത് ഒരുപാട് സോങ്ങളെ സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. ഡാഫ്റ്റ് പങ്ക് ചെറിയ ചെറിയ സോങ്ങിനെടുത്ത് സാമ്പിൾസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ ഇന്നോവേറ്റീവായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു മേ ബി ഫിലിമൊക്കെ ഒരു OTT വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫോർ ദ ടൈം നമ്മൾ പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. ഓക്കെ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കിഡുമാണ്. അതെ അതെ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ വർക്ക് എങ്ങനെയായിരുന്നു? ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് തോന്നുന്നു ഞാനും ശങ്കറും പ്രശാന്ത് പിള്ള ആയിരുന്നു എൻ്റെ ആദ്യത്തെ മ്യൂസിക് ഡയറക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം പ്രശാന്ത് ഏട്ടൻ കാനഡയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ശങ്കറിനെ എൻ്റെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കുകയായിരുന്നു. എന്നെ ശങ്കറിലേക്ക് പിടിച്ചേൽപ്പിക്കുകയായിരുന്നു. ശങ്കർ ഒരു സാറിനോട് കുറേ നാളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന, സാറിനൊരു മെൻറ്ററായിട്ട് വരുന്ന ആളാണ്. അപ്പം ഞങ്ങൾ ഇൻസ്റ്റൻ്റ്ലി സിങ്കായി. അപ്പം ശങ്കറും ഈ ജേർണിയിലിടയ്ക്കാണ് ഈ ഡാഫ്റ്റ് പങ്കിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതൊക്കെ. അവൻ്റെ ഡാഫ്റ്റ് പങ്ക് ഡിസ്കവറി ഇതിനിടയിലായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ബാൻഡ് മ്യൂസിക് പിങ്ക് ഫ്ലോയിഡും ഡാഫ്റ്റ് പങ്കും ഒക്കെയാണ്. അപ്പം ഞങ്ങളങ്ങനെ മ്യൂസിക്കിൽ ഭയങ്കരമായിട്ട് അലൈൻഡ് ആയ ഒരു ടൈമും കൂടിയായിരുന്നു ഇതിൻ്റെ സ്കോറിങ് സെഷൻസൊക്കെ. പിന്നെ ഇതിനകത്തപ്പം ഇൻഫിനിറ്റായിട്ട് നമുക്ക് ഇതുപോലെ ശ്രമിക്കാൻ പറ്റുന്ന കുറേ ഐഡിയാസ് ഉണ്ട്. ട്രഡീഷണൽ മ്യൂസിക്കിനെ EDM-ആയിട്ട് മിക്സ് ചെയ്യുക, ചില സ്ഥലത്ത് നമ്മൾ പഴയ സോങ്സിനെ എടുത്തിട്ട് അതിനെ ചെറുതായിട്ട് സാമ്പിൾ ചെയ്യുക, പിന്നെ ഒരു ഹൗസ് മിക്സൊക്കെ ചെയ്യുന്ന പോലത്തെ ചില പരിപാടികൾ, അങ്ങനത്തെ എല്ലാ നമ്മളുടെ വട്ടുകളും പരീക്ഷിക്കാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ടിട്ട് ശങ്കർ ഈ പറഞ്ഞ പോലെ അൺലീഷ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ പടത്തിൽ മുഴുവൻ കാണാം. എഗെയിൻ ഫെസ്റ്റിവൽ വേർഷൻ അത് കുറച്ചുകൂടെ റിച്ച് ആയിരുന്നു. നമ്മൾ അതിനൊന്നുകൂടെ കൊമേഴ്ഷ്യലി പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മലയാളത്തിൽ CG കൂടുതലും പടത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, ചിലപ്പോൾ ബോറായി പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് പക്ക ഒരു ഹോളിവുഡ് പടമൊക്കെ ചെയ്യുന്ന പോലെയാണ്. ലാസ്റ്റ് ഏലിനെ കൊണ്ടാക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ പോർട്ടലൊക്കെ ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയും കാശ് CGക്ക് ചിലവാക്കിയിട്ടുണ്ടോ? എന്തായിരുന്നു ഡയറക്ടർ? CGക്ക് നല്ല, നമ്മൾ ആ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ വന്നൊരു ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറഞ്ഞാൽ CGക്ക് നല്ല ബഡ്ജറ്റ് എന്നുള്ളതാണ്. CGയുടെ ബഡ്ജറ്റ് ഉണ്ട്. എന്നാലും നമ്മൾ ഇപ്പോൾ പല വലിയ ബോളിവുഡ് സിനിമകളും നമ്മൾ ഫെയിലാവുന്ന കണ്ടിട്ടുണ്ട്. ഭയങ്കര ഓവർ
അംബീഷ്യസ് ആയിട്ട്, പക്ഷേ എന്നാൽ ഡെലിവറി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അതിനൊരു മെഡിയോക്കർ ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് സി ജിയുടെ ഒക്കെ ഉള്ളത്. നമ്മളിനകത്ത് ഫോളോ ചെയ്തൊരു മോട്ടോ എന്ന് പറയുന്നത് മിനിമലിസമാണ് സി ജിയിൽ. അത് നമ്മൾ ഹൈ കൺസെപ്ഷനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു മിനിമലിസവും ഒരു ഗ്രിറ്റി എസ്തെറ്റിക്സും നമ്മൾ ത്രൂ ഔട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. സോ അത് നമ്മളെ ഒരുപാട് ഫ്ലാഷി ആയിട്ടുള്ള, ഒരുപാട് ഓവർ ദ ടോപ്പായിട്ട് നമ്മൾ സി ജി ചെയ്യാതെ വേണ്ടടുത്ത് വളരെ മിനിമലായിട്ടും ഗ്രിറ്റി ആയിട്ടും മൂവിയുടെ ടോണിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മളതിനകത്ത് സി ജി ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണെന്ന് തോന്നുന്നു നമ്മുടെ സി ജിക്ക് ഇത്രയും ഒരു അപ്രിസിയേഷൻ വരാൻ കാരണം. ഓക്കെ, മലയാളത്തിൽ മിനിമലിസ്റ്റിക് ആയിട്ട് കാശ് കുറവാണെങ്കിലും ഒരു സി ജി ഒക്കെ ഉപയോഗിച്ച് പടം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച ഡയറക്ടറാണെന്ന് പറയാൻ പറ്റുമോ? ഇതിന് മുമ്പും ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒഫാബിയൊക്കെയാണ് നമ്മൾ ആ രീതിയിൽ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ നമുക്കൊക്കെ, കാരണം അതൊക്കെ ലെജൻഡറി വർക്കുകളാണ്. ഒഫാബിയൊക്കെ സ്റ്റിൽ അൺഡൗട്ട്ഫുള്ളി മലയാളത്തിൻ്റെ പയനീഴ്സാണ് അവരൊക്കെ. ഈവൻ ഞാൻ അതിനൊക്കെ കാണുന്നത് ജിജോ പൊന്നു സാറൊക്കെയാണ് ആ രീതിയിൽ പയനീഴ്സ്. നമ്മൾ അവരുടെയൊക്കെ മുമ്പിൽ ചെറിയ കുട്ടികൾ മാത്രമാണ്. അങ്ങനെ അവകാശവാദങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല സി ജി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ബെറ്റർ കോൾ സോളിൻ്റെ സീരീസിൻ്റെ പോസ്റ്ററിൽ സുരേഷ് ഗോപിനെ വെച്ചിട്ട് അത് ഓൾറെഡി എഴുതുമ്പോൾ പ്ലാൻഡ് ആയിരുന്നോ ബെറ്റർ കോൾ വിരാടിയാർ പോസ്റ്റർ? അതായത് ആക്ച്വലി നമ്മുടെ ഗൂഗിൾ ചെയ്യുന്ന കഥാപാത്രം അതിൽ മേപ്പാടൻ C137 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ടല്ലോ. ആ ബ്ലോഗ് ശരിക്കും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഓക്കെ, ഞങ്ങൾ പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ നമ്മളൊരു മെറ്റനസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാ പോസ്റ്റേഴ്സും അവൈലബിൾ ആയി ചെയ്തേക്കുന്നൊക്കെ. ഓക്കെ, സോ ബെറ്റർ കോൾ വിരാടിയാർ എൻ്റെ ഹോമേജ് ടു ലാൽകൃഷ്ണ വിരാടിയാർ ആൻഡ് മൈ ഫേവറേറ്റ് ഷോ ഇൻ ദ എർത്ത് ബ്രേക്കിംഗ് ബാഡ് ആൻഡ് ബെറ്റർ കോൾ സോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ബെറ്റർ കോൾ സോളിന് കൊടുത്തൊരു ട്രിബ്യൂട്ടും കൂടിയാണത്. അതുപോലെ താഴ്വാരമുണ്ട്. പിന്നെ ആൾക്കാരും കണ്ടില്ലെങ്കിൽ ഏഞ്ചൽ ഹാസ് ഫോളൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രീതിയിലത്തെ പല റെഫറൻസുകൾ ഇതിൽ കിടക്കുന്നുണ്ട്. സുരേഷ് ഗോപി സാറിൻ്റെ ഈ ക്യാരക്ടർ വെക്കാന്ന് എപ്പോഴാണ് ആലോചിച്ചത്? പുള്ളി വക്കീലായിട്ട് നിൽക്കുന്ന സാധനത്തിൽ രണ്ടും വക്കീലാണല്ലോ. നമ്മൾ അതിനെ ആ ബെറ്റർ കോൾ സോൾ ഉള്ള രീതിയിൽ ആ ഒരു എസ്തെറ്റിക്സിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഇവിടേക്ക് ലാൽകൃഷ്ണ വിരാടിയാറിൻ്റെ സിനിമ നമ്മൾ റീപാക്കേജ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ കോൾ വിരാടിയാർ എന്നാക്കും എന്ന് നമ്മൾ ചിന്തിച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ ഗന്ധർവൻ്റെ പോസ്റ്റർ ഞാൻ കാൾസാഗിനെ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. സോ കാൾസാഗിനെ കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. ഇതുപോലെ ആസ്ട്രോഫിസിസ്റ്റും വേൾഡ് ഫേമസ് ഓതറുമാണ്, എൻ്റെ ഫേവറേറ്റ് ഓതറാണ്. അപ്പം പുള്ളിയെ ഞാൻ ഗന്ധർവനായിട്ട് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇതുപോലത്തെ നമ്മൾ മനസ്സിലാക്കാത്ത കുറേ സാധനങ്ങൾ ത്രൂ ഔട്ട് പടത്തിലുണ്ട്. സിനിമ ഓരോ തവണ കാണുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് കിട്ടും. എത്രയും സാധനങ്ങൾ എങ്ങനെയാണ് ഒരു പടത്തിലേക്ക് കയറ്റുന്നത്? നമുക്ക് എല്ലാ മൂവിയിലും ഇതുപോലത്തെ സാധനങ്ങൾ ഓവർത്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല. അങ്ങനത്തെ ചില പാകപ്പിഴകൾ എൻ്റെ ആദ്യത്തെ മൂവീസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാധനം ബേക്കറി നിങ്ങൾക്ക് ഒരു ഫോർത്ത് ഗോൾ ബ്രേക്ക് ചെയ്യുന്ന നായിക കാണാൻ പറ്റും ഫുൾ ടൈം. അത് ഫ്ലീ ബാഗ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഫ്ലീ ബാഗ് എന്നെ ഓവറായിട്ട് തന്നെ സ്വാധീനിച്ചതിൻ്റെ ഫലമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഈ മൂവിക്കകത്ത് ഒരു സിനി ഫയലുണ്ട്. അയാൾക്ക് കുറേ സിനിമകൾ ഇഷ്ടമാണ്. അയാൾക്ക് ഇതുപോലത്തെ പല കാര്യങ്ങൾ പറയാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഈ ജോണർ നമുക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. പിന്നെ പോപ്പുലർ കൾച്ചർ എന്ന് പറയുമ്പം ഞാനും ബ്രോയൊക്കെ ഏത് സമയത്തും നമ്മളൊരു ദിവസത്തിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ട് ശ്രീനിവാസ് സാറിൻ്റെ ഒരു ഡയലോഗ് യൂസ് ചെയ്തൊരു ദിവസമുണ്ട് നമുക്ക്. അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുമുതലാളിയോ 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞുള്ള സാധനമൊക്കെ നമ്മളൊക്കെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ അതുപോലെ ഞെട്ടിക്കുന്ന സാധനമാണ് AI രാഘവൻ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പേരും ഒരു സംഭവമാണ്. അത് എല്ലാവരും നോട്ട് ചെയ്ത് പറയുന്നുണ്ടോ? AI രാഘവൻ എന്നോട് വന്നിട്ട് ബാംഗ്ലൂർ പടം ഇറക്കി രാഘവ എന്നൊക്കെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ. രാഘവ AI ആയിട്ട് പോലും കുറെ പേർക്ക് അതിനോട് ഒരു എന്നുവെച്ചാൽ കുറെ പേർക്ക് നല്ല സിനിമയിലാണെങ്കിലും നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് തോന്നുമല്ലോ. വെറുതെ ഒരു മെഷീൻ ആണെങ്കിൽ പോലും ആ ശബ്ദത്തിനോടും അതിനൊരു ബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഹൃദയമുണ്ടെന്ന് നമുക്ക് ഇവൻച്വലി ആ സിനിമയിൽ തോന്നും. രാഘവനായിരുന്നോ ആദ്യം തൊട്ട് AI? രാഘവൻ ഇതുപോലെ എനിക്കെന്തോ താല്പര്യമുള്ള പേരാന്ന് തോന്നുന്നു. സാജനകത്ത് ഞാൻ ചുമ്മാ ഒരു പേര് പറയുന്നുണ്ട്, രാഘവൻ. സായനവാർത്തകത്തും രാഘവനുണ്ട്, ഇന്ന് സർവ്വ എന്ന ക്യാരക്ടർ. അപ്പം രാഘവൻ എന്തോ എനിക്ക് ഇഷ്ടമുള്ള പേരാണ്. അങ്ങനെ പേര് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ആരില്ല, പക്ഷേ എനിക്ക് പേര് ഭയങ്കര ഇഷ്ടമാണ്. മേ ബി എനിക്ക് വന്നേക്കുന്ന വേട്ടയാട് വിളയാടിനകത്തെ പേരാണ്. ബാക്ക് ഹോം ഇറ്റ്സ് കോൾഡ് രാഘവൻ ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്. മേ ബി അവിടെ നിന്നായിരിക്കും അത് വന്നേക്കുന്നത്. പക്ഷേ മനസ്സിലായില്ലായിരുന്നല്ലേ? ഒരു ഫിലിം നേഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ. മല്ലിക ചേച്ചിയുടെ വോയിസ്, ഹ്യൂജ് റെസ്പെക്ട് ടു മാം ടു പ്ലേയിങ് ഏലിയാമാസ് വോയിസ്. ഏലിയാമ അല്ലാതെ മല്ലികാമയാണെന്നാണ് ഞങ്ങൾ. വി ഹാവ് എ ട്രിബ്യൂട്ട് പോസ്റ്റർ ഫോർ ഹെയർ. പക്ഷേ ഞങ്ങളിപ്പോൾ അധികം അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ബിക്കോസ് ദാറ്റ്സ് എ ഭയങ്കര ഒരു ലൗഡ് മൊമെന്റ് ആണെന്ന് തോന്നുന്നത് അല്ലേ? അതെ അതെ. ഇങ്ങനെ വോയിസ് സെലക്ട് ചെയ്യാൻ കാരണം എന്താ? മതിലുകൾ. ഓക്കെ, മതിലുകളായിരുന്നു അതിന് കാരണം. ആൻഡ് മതിലുകൾ ഈസ് മൈ ഫേവറേറ്റ് ഫിലിം. എല്ലാത്തിനും ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് റീസൺസ് ആണ്. ഉണ്ട്. മതിലുകൾക്കകത്ത് നമുക്ക് അറിയാം അത് ആരാ ചെയ്തെന്നുള്ളത്. അത് നമ്മൾ കഥ പറയുന്ന സമയത്ത് ലളിതാമ്മയായിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്.
പിന്നെ നമ്മൾ ആ ഒരു ഡബിങ്ങിൻ്റെ ടൈം വന്നപ്പോഴേക്കും ആളുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ താഴോട്ട് പോയതുകൊണ്ട് പിന്നെ പിന്നെ മല്ലിക ചേച്ചിയാക്കിയതാണ്. ഓക്കെ. പിന്നെ നമുക്ക് വേറൊരു ചോയ്സും ഇല്ലായിരുന്നു. മലയാളിക്ക് അത്ര ഐക്കോണിക് ആയിട്ടുള്ള ഒരു വോയിസ് ഉള്ളത് മല്ലി ചേച്ചി ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്തത്. ഏലിയൻ വരുന്ന ഈ ഒരു ലോകത്തു നിന്നാണ്, അത് നമുക്ക് ത്രൂ ഔട്ട് പടം കാണുമ്പോൾ മനസ്സിലാവും, പിന്നെ അവസാനം കാണിക്കും. ക്യാറ്റ് പൂച്ച സാർ നമ്മളൊക്കെ ഒരു ഇഷ്ടപ്പെട്ട സാറാണ്. പൂച്ച സാറിനോടുള്ള ബഹുമാനം കാരണം ചെയ്തതാണ്. ഇന്നലെ ട്വിറ്ററിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, മറ്റേ ഗേനജറി കണ്ടിന്യൂഷൻ പൂച്ച സാറിനോട് പ്രത്യേക ബഹുമാനത്തോടെ പൂച്ച ടിവിയുടെ മുകളിൽ കയറിയിട്ട് മാറ്റാതെ പൂച്ച ടിവിയുടെ മുകളിൽ ഇരിക്കുക. അപ്പോൾ ഒരാൾ ഫോട്ടോ എടുത്തിട്ടേക്കുന്നു, ഗേനജറി കണ്ടിന്യൂഷൻ പൂച്ച സാറിനോട് വല്ലാത്തൊരു ബഹുമാനം. സോ പൂച്ച സാറിനോട് ഐ മീൻ ഒരു അത്ര വലിയ ക്യാറ്റ് പേഴ്സൺ ഒന്നും അല്ല, ബട്ട് എന്നാലും ക്യാറ്റ് മീംസും ഒക്കെ ഇഷ്ടമാണ്. എനിക്ക് പട്ടിയോടാണ് ഒരു അല്പം കൂടി സ്നേഹം കൂടുതൽ. എന്നാലും എൻ്റെ കൂട്ടുകാരൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് അലൻ ജോസിൻ്റെ ക്യാറ്റാണത്. ശരിക്കും ഒരു അലൻ ജോസ് ഉണ്ട്, അലൻ ജോസിൻ്റെ ക്യാറ്റാണത്. ലൂണ എന്നാണ് അതിൻ്റെ പേര്. പുള്ളിക്കരയാണ് ക്ലൈമാക്സിൽ വന്ന് അത് താരമായി ക്യാമിയോ അഭിനയിച്ചിട്ട് പോയത്. ലൂണ ഫാൻസ് ഭയങ്കര അപ്സെറ്റാണ് ബാംഗ്ലൂർ സിനിമ ഇറങ്ങാത്തതിൽ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇറക്കുന്നുണ്ടാവും. അടിപൊളി. ഗോകുൽ സുരേഷിനെ ത്രൂ ഔട്ട് യങ് സുരേഷ് ഗോപിയുടെ ഒരു ഫീല് തോന്നിയെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഫീൽ ചെയ്തെന്ന് ആരെങ്കിലും പറഞ്ഞോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതിലും ചെറിയ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അല്ലാതെ ഇതിലും കറക്റ്റ് ഒരു ആ ഒരു പാവം പയ്യൻ പരിപാടി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ആ ഒരു എനിക്ക് മറ്റ് സിനിമകളിൽ അവനിൽ അത് കുറച്ച് തോന്നിയിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു സുരേഷ് ഏട്ടൻ്റെ ഒരു ലാഞ്ചന അവൻ്റെ ക്യാരക്ടേഴ്സിലുണ്ട്. പക്ഷെ അലൻ ജോസ് ആയിട്ട് എനിക്ക് ഇല്ല, തീരെ തോന്നിയിട്ടില്ല. അവൻ അങ്ങനെ ആ കഥ കരയുന്ന സീനിലൊക്കെ, പൊട്ടിക്കരയുന്ന സീനിലൊക്കെ അയ്യോ എന്തൊരു ക്യൂട്ടാണ് ആള്. നമുക്ക് ശരിക്കും ആ സീനില് മറ്റേ ആൾക്കാർക്ക് സങ്കടവും വരും, ചിരിയും വരും, അവസാനം ഒരു ചിരി കൊണ്ടിടുകയും ചെയ്യും. അങ്ങനെ കറക്റ്റായിട്ട് അവനത് ചെയ്തിട്ടുണ്ട്. അജു വർഗീസിനോട് എന്താ പറയാനുള്ള ആസ് എ ഫ്രണ്ട്, ആസ് എ സിനിമാക്കാരൻ, ഇൻസ്പയർ ചെയ്തുള്ള സിനിമാക്കാരൻ, അജു ഈ പടം ഇറങ്ങാനൊരു കാരണക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും. എൻ്റെ വട്ടുകളെ ആദ്യം കേട്ടിട്ട് വിലയിരുത്തുന്നതും ചിലപ്പോൾ ഇതിനകത്തൊരു സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്ന പുള്ളിയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എല്ലാവർക്കും പൊതുവെ എല്ലാവരും പുള്ളിക്ക് അയക്കുന്ന മെസ്സേജ് പഴയ അജു വർഗീസിനെ തിരിച്ചു കണ്ടതിൽ വളരെ സന്തോഷമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ആവശ്യമില്ലാത്ത അമ്മാവൻ ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ച് ഇടയ്ക്കൊക്കെ പടങ്ങൾ ചെയ്യ് എന്ന് മെസ്സേജൊക്കെ വരുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. എനിക്ക് തന്നെയാണ് പറയാനുള്ളത്. 2043 എങ്ങനെയായിരിക്കും? 43 എങ്ങനെയായിരിക്കാം നമ്മുടെ നാട്ടില്? ഇങ്ങനെയൊക്കെ ആവുമോ? ഡിസ്റ്റോപ്പിൻ ആവാതിരിക്കട്ടെ, മാക്സിമം ഹാർമോണി നിലനിൽക്കട്ടെ, എക്സ്ട്രീമിസം ഇല്ലാതിരിക്കട്ടെ. ഓക്കെ. ഉറപ്പായിട്ടും നമ്മളൊരു ബെറ്റർ വേൾഡിനാണ് വേണ്ടിയാണല്ലോ ആഗ്രഹിക്കുന്നത്. നമ്മളെ ഡെമോക്രസി നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2043 ഡാമൊക്കെ പൊട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. അതിലേക്ക് സ്പെക്കുലേഷൻസ് ആണ് നമ്മൾ ജീവിക്കുന്ന. അത് ഞാൻ കുറച്ച് നാളെ കഥ എഴുതാനൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പ്രസ്തുത ഡാമിന് താഴെയൊക്കെ പോയി താമസിക്കുന്ന സമയത്ത് നമ്മളവിടുത്തെ ലോക്കൽസിൻ്റെ ഒക്കെ ആശങ്കയൊക്കെ നമ്മൾ ഫസ്റ്റ് ഹാൻഡായിട്ട് കേട്ടൊക്കെ ഉണ്ട്. അപ്പം മേ ബി അങ്ങനെ കിടന്ന ചില ഫ്രാഗ്രൻസ് ഓഫ് മെമ്മറീസ് ആണ് ചിലപ്പോൾ അതൊക്കെ എഴുതാനോ ഒക്കെ പ്രൊജക്റ്റ് ചെയ്യാനൊക്കെയുള്ള കാരണങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവുക. ഫെസ്റ്റിവൽസിന് പോകുന്ന ഞങ്ങൾക്ക് സാധാരണ പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഏതൊക്കെ ഫെസ്റ്റിവൽസിന് പോയിട്ടാണ് ഗഗനചാരി ഇപ്പോൾ തിയേറ്ററിലെത്തിയത് ഞങ്ങൾ കാണുന്നത്. ഫെസ്റ്റിവൽസ് നമ്മൾ ഏകദേശം ഒരു 80 അറൗണ്ട് 60-80 പോയിട്ടുണ്ട്. അതിൽ 25 അത് സെലക്ട് ആയിട്ടുണ്ട് നമ്മൾ 80-60 ഫെസ്റ്റിവൽസിൽ. സാധാരണ നമ്മളെല്ലാവരും ഒരു ഫെസ്റ്റിവലിന് പോകുമ്പോൾ ബെയിറ്റ് ആയിട്ട് വെക്കുന്നത് ഒഫീഷ്യൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ നമ്മളങ്ങനെ ഒരു കണ്ടൻറ്റ് വെച്ചിട്ടില്ല. നമ്മൾ വെച്ചത് വിന്നർ ഓഫ് 25 ഫിലിം ഫെസ്റ്റിവൽസ് ഓർ 26 ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ എല്ലാം IMDb അക്രഡിറ്റഡ് ഫിലിം ഫെസ്റ്റിവലുകളാണ്. മോസ്റ്റ്ലി എല്ലാം US നടന്നിട്ടുള്ള ഫെസ്റ്റിവൽസിലാണ്. അപ്പം ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയത് പ്രമാണ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലാണ്. ബിക്കോസ് വളരെ നല്ലൊരു ജൂറി ആയിരുന്നു. ആ ജൂറി മാത്രമല്ല എനിക്ക് കിട്ടിയൊരു അവാർഡ് ബലകം എന്ന് പറയുന്നത് ഒരു 125 വർഷമായിട്ട് ഒരു ഫാമിലി പുറത്ത് പറയാത്ത ഒരു സീക്രട്ടിൽ കളിമണ്ണ് വെച്ചുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു അവരുടെ ഒരു ഇറ്റാലിയൻ കൈൻഡ് ഓഫ് ഒരു മേക്കിംഗ് ഉണ്ട്, ഒരു പോട്ടറി. അതായിരുന്നു എനിക്ക് അവാർഡായിട്ട് അവർ പിന്നെ അയച്ചു തന്നെ. എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അതിന്. സോ വീട്ടിലിരിപ്പുണ്ട്, എൻ്റെ ലെഫ്റ്റിലിരിപ്പുണ്ടല്ലോ. അങ്ങനെ തന്നെ വന്നു, പൊട്ടിയില്ല. അതിന് മുമ്പ് വന്നൊരു ഗോൾഡൻ ജിറാഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ജിറാഫിയുടെ വന്നപ്പോൾ തലയില്ലായിരുന്നു, അത് ഒടിഞ്ഞതായിരുന്നു. പക്ഷെ എന്നാലും ഇത് കറക്റ്റായിട്ട് കിട്ടി. ഗഗനചാരിയുടെ ഡയറക്ടർ അരുൺ ചന്ദ് ഒരു സ്പേസ് എന്തൂസിയാസ്റ്റ് ആണോ? കുറച്ചുകൂടെ നാടൻ ടൈം പറഞ്ഞാൽ സ്പേസ് ഹോളിയാണ്. അങ്ങനെയാണ് നമ്മളുടെ കൂട്ടുകാരൊക്കെ നമ്മളെ വിളിക്കുന്നത്.
കമന്റോളി എന്നൊക്കെ പറയണല്ലേ. ഇതിൽ അവസാനം ഏലിയാമ്മ പോകുന്ന പ്ലാനറ്റ് ഉണ്ട്, അതിൽ കെപ്ലറിനൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നമ്മൾ ആക്ച്വലി അതിനകത്തൊരു ചെറിയൊരു ട്രിവിയ ഉണ്ട്. അത് നമ്മൾ K218 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യൽ ലിസ്റ്റ് ഓഫ് എക്സോ പ്ലാന്റ്സുകളിൽ നമുക്ക് ജീവിക്കാൻ സാധ്യതയുള്ള മനുഷ്യന് പോകുന്ന സാധ്യതയുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൽ നിന്നൊരു ഒരു നല്ല സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെ എടുത്ത് നമ്മൾ ചുമ്മാ പ്രസൻറ്റ് ചെയ്തതാണ് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഓർബിറ്റിംഗ് ദ റെഡ് ഡ്രാവ് നമ്മൾ അതിൻ്റെ പേരൻറ്റ് സ്റ്റാറിനെ പറ്റിയിട്ട് അതിൻ്റെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ മാർച്ചിലാണെന്ന് തോന്നുന്നു ഹാർഡ്വേർഡിലൊരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ് തന്നെ ആദ്യമായിട്ട് JWST ജെയിംസ് വെബ് ടെലിസ്കോപ്പ് റീസെൻ്റ്ലി ഹൈ റെസൊല്യൂഷനുള്ള സ്പേസ് ടെലിസ്കോപ്പ് വിട്ടതിന് ശേഷം അവർ K218 റീ എക്സാമിൻ ചെയ്തപ്പോൾ കിട്ടിയ പുതിയ ഡാറ്റയിൽ നിന്ന് അവിടെ ജീവനുള്ളതായിട്ട്, അതായത് ജീവനുള്ള ഓർഗാനിസംസോ അല്ലെങ്കിൽ ജീവികളോ പുറത്തുവിടുന്ന വാതകം അവർ JWSTയിൽ വന്നിട്ടുണ്ട്, രജിസ്റ്റർ ആയിട്ടുണ്ട്. സോ അവിടെ ഒരു ബയോ സിഗ്നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാർച്ചിൽ പുതിയ ഡാറ്റ പുറത്തു വന്നു. ആ പ്ലാന്റിന്റെ പേരാണ് ഇതിൽ പറയുന്നത്. എത്രയാണ്? കെപ്ലർ K218. K218 അതിലേക്കാണ് ഏലിയാമ്മ തിരിച്ചു. ലാസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് K218 ആണ്. ജീവൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് ഗഗനചാരിൽ പറയുന്ന പ്ലാനറ്റിൽ ജീവൻ ഉണ്ടായേക്കാം എന്നുള്ള റിസർച്ച് വന്നു. കോയിൻസിഡൻസ് ആണ്, നമുക്ക് അതിനകത്ത് അവകാശവാദമൊന്നുമില്ല. നമ്മൾ സയൻസ് ഫിക്ഷൻ സംസാരിക്കുമ്പോൾ നമ്മൾ സയൻസിൽ അങ്ങനെ ഒരു ചെറിയ കൗതുകം ഉണ്ടാക്കിയൊരു വാർത്ത ഒരു സയന്റിഫിക് ജേർണലിൽ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളിനകത്തൊക്കെ ഏതൊക്കെയോ റൈറ്റ് ദിശയിലാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു. നമ്മൾ വെറുതെ ഈ കെപ്ലർ അങ്ങ് എടുത്തല്ലേ? അതെ നമ്മൾ K218 എന്ന് പറയുന്നത് അന്നും സ്യൂട്ടബിളി നമുക്ക് താമസിക്കാൻ പറ്റുന്നൊരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്ന എക്സോ പ്ലാനറ്റ് ആയിരുന്നു. നമ്മൾ ആ പേര് യൂസ് ചെയ്തപ്പം, പക്ഷേ റീസെൻ്റ്ലി ആ പഠനം വന്നപ്പം ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഈ പേരടിച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. നമ്മളത് ഞെട്ടിപ്പോയി. നമ്മൾ 3 വർഷം മുമ്പ് എഴുതിയ കാര്യം ഏലിയാമ്മയുടെ പ്ലാനറ്റ് എന്നറിയപ്പെടുമോ ഫ്യൂച്ചറിൽ? ഓക്കെ. ഇതിൽ എനിക്ക് കോസ്റ്റ്യൂംസ് ഭയങ്കര രസമുള്ള കോസ്റ്റ്യൂംസ് ആണ് എല്ലാവരുടെയും. ഒറ്റ ചോദ്യങ്ങളുണ്ട്. അതിൽ അലൻ്റെ തൊപ്പിയുണ്ട്, തിളങ്ങുന്ന തൊപ്പി. അത് ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തത്. അത് എവിടെ നിന്ന് കിട്ടിയ തൊപ്പി? അത് നമുക്ക് സിംഗപ്പൂരിൽ നിന്നോ നമ്മൾ കൊണ്ടുവന്നതാണ്. ആണോ? ഇതിനു വേണ്ടി? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീൻ വാസ് എ നോട്ട് ഹോമേജ് ടു ഞാൻ ഗന്ധർവൻ. അതിൽ ഫൈനലി അനാർക്കലിക്ക് സംസാരിക്കുന്ന ഡിവൈസ് കൊണ്ട് കൊടുക്കുമ്പോൾ അജുവേട്ടൻ പറയുന്നുണ്ട്, നീ ഒരു ഗന്ധർവനെ പോലെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത സീനിൽ ഞാൻ ഗന്ധർവൻ പോലെ വരാൻ വേണ്ടിയാണ് അങ്ങനെ ഇലിമിനേറ്റഡ് ഒരു ചെറിയ LED സ്ട്രിപ്പുള്ള തൊപ്പി നമ്മൾ കാണിച്ചത്. തൊപ്പി വാങ്ങിക്കാൻ കിട്ടും? ആ തൊപ്പി അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കിട്ടും തോന്നുന്നു. അന്ന് പക്ഷേ കിട്ടാൻ കുറച്ച് പാടായതുകൊണ്ടാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. പൊളി, സൂപ്പർ. അപ്പം മലയാള സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമയായി ഗഗനചാരി. അപ്പം ഇതുപോലത്തെ ഒരുപാട് പടങ്ങൾ ഇനിയും ഇറക്കാൻ പറ്റട്ടെ. ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നത്. ഓൾ ദി ബെസ്റ്റ് അനാർക്കലി. പൊളിയായിരുന്നു ആസ് ഏലിയൻ. ഇതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സിന് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാൻ പറ്റട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.